എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഗുഡ് ന്യൂസ് ആണ്. അതായത് 6300 ആൾക്കാർക്ക് IT ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഒരുപാട് എക്സ്പ്രസ് പൂളിൽ രജിസ്റ്റർ ചെയ്തിട്ട് ITക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ 6300 ആൾക്കാർക്ക് IT ഇഷ്യൂ ചെയ്തു. അതായത് ഈ ലാസ്റ്റ് കഴിഞ്ഞ കുറേ മാസത്തിനുള്ളിലും നടന്ന ഏറ്റവും വലിയൊരു ഡ്രോ ആണ് ഈ ഇപ്പം നടന്നിരിക്കുന്നത്. അതായത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 2000 ഒക്കെയാണ് ബൾക്കായിട്ട് നടന്നത്. പക്ഷേ ഇതുപോലുള്ള 6300 ആൾക്കാർക്കാണ് കുറേ നാൾ കൊണ്ടിട്ട് വളരെ കുറച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ PR കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്പ്രസ് എൻട്രിയിൽ പൂളിൽ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് CR സ്കോർ വേണം. ഇപ്പോഴത്തെ CR സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 450 470 ഒക്കെ CR സ്കോർ വെച്ചിട്ട് PR നോക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു കാര്യം മനസ്സിലാക്കുക, 500-ന് മേലെ PR കിട്ടാൻ വേണ്ടിയിട്ട് CR സ്കോറിനകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 16000-ത്തിലധികം ആൾക്കാരാണ് ഈ ഒരു 500-ന് മേലെ സ്കോറുമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു 400 സംതിങ് ഒക്കെ ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് PR നോക്കാതിരിക്കുക. ജസ്റ്റ് PNBയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയോ വല്ലതും നോക്കുക. കാരണം വെയിറ്റ് ചെയ്തിട്ട് വെറുതെ ടൈം കളയണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു 500 മുതൽ 550 സ്കോർ CR സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു 10000-ത്തിലധികം ആൾക്കാർ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി വരും ഇപ്പോഴത്തെ ഈ മാർക്ക് മില്ലർ ഇമിഗ്രേഷൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ നിൽക്കുന്ന ടെമ്പററി റെസിഡൻസിനെ പെർമനന്റിലേക്ക് ആക്കുക. അതായത് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും മുൻതൂക്കം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ തന്നെ PR കൊടുക്കുക എന്നുള്ള സ്ട്രീമിലത്തേക്കാണ് മാറുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പുള്ളി നേരത്തെ പല കണ്ടീഷൻസും കാറ്റഗറിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഏതൊക്കെ പ്രൊവിൻസിലാണ് ലേബർ ഷോർട്ടേജ് ഉള്ളത്, ലേബർ ഡിമാൻഡ് ഉള്ളത്, ആ കാറ്റഗറിയൊക്കെ പറയുക. ഞങ്ങൾ ആ ഒരു കാറ്റഗറിയിലൊക്കെ PNB ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ PR-ന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, ന്യൂ പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ഡ്രോ നടക്കുന്നത്, അതായത് PR-ന് ഡയറക്റ്റ് ഒരു ഡ്രോ നടക്കാതിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ വേറെ എന്തോ പുതിയൊരു പ്ലാനാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇവിടെ അവർ PNB-ൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തതാണ്. ഇപ്പോൾ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ അകത്ത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇപ്പം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് PR-ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പാത്വേസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ആക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു കാര്യം ഈ ടെമ്പററി റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാർക്കും സ്റ്റുഡൻസിനും ഉണ്ട്. അതായത് സ്റ്റുഡൻസ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫീൽഡ്, അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇപ്പം നാട്ടിൽ നിന്ന് നമ്മൾ പല പ്രോഗ്രാംസ് ഇഷ്ടമുള്ള പ്രോഗ്രാംസ് എടുത്തിട്ട് ഇവിടെ വരും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രോഗ്രാംസിനൊന്നും ആവശ്യം കാണത്തില്ല. ഈ നാട്ടിലെ ഏജൻസിയും ഇവിടെ ഉള്ള കോളേജും തമ്മിൽ ടൈപ്പ് ആയിരിക്കും. ആ കോളേജിൽ ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉണ്ടാവുന്ന കോഴ്സസ് ഏതാണോ ആ കോഴ്സസാണ് ഏജൻസീസ് മാക്സിമം സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. മോസ്റ്റ്ലി മാനേജ്മെന്റ് റിലേറ്റഡ് കോഴ്സ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഏജൻസീസും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഈ ഒരു മാനേജ്മെന്റ് കോഴ്സസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി സാധ്യത ഇല്ലെന്നല്ല, പക്ഷേ ജോലി സാധ്യത ഭയങ്കര കുറവാണ് ബാക്കിയുള്ള ഫീൽഡിനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊവിൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബായിരിക്കും കൂടുതൽ ഡിമാൻഡായിട്ടുള്ളത്. ആ ഒരു പ്രൊവിൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സസ് എടുത്തിട്ടായിരിക്കും അവിടെ വന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ അവിടുന്ന് ആ പാസ് ഔട്ടായ സ്റ്റുഡൻസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം അവർക്ക് വേണ്ടത്ര കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജും ഇല്ല, പിന്നെ എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PR, അതായത് മെയിനായിട്ടുള്ള PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോങ് ടൈം എടുത്തിട്ടാണ് ഡ്രോസ് നടക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം വിചാരിക്കുക, ഇവിടെ നിൽക്കുന്ന അതായത് PNB സ്ട്രീമിലത്തേക്കോ അല്ലെങ്കിൽ ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്വേയിലത്തേക്കൊക്കെ അവർ PR കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ചെയ്യുന്നത്. ഈ ഇപ്പോഴത്തുള്ള ഡയറക്റ്റ് PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിട്ട് വേണ്ടിയിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പം നിങ്ങൾ PNB നോക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നിങ്ങൾ എക്സ്പ്രസ് രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്കോർ കാണും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ PNB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പർട്ടിക്കുലർ സ്കോർ കിട്ടും. ആ ഒരു സ്കോറും കൂടി നിങ്ങളുടെ മെയിനായിട്ടുള്ള ഈ പൂളിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേന് സ്കോർ നല്ല കൂടുതലായിരിക്കും. ഡയറക്റ്റ് PNB ത്രൂ PR കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു സ്കോർ വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ഹൈ ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോർമലായിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CR സ്കോർ ഭയങ്കര കുറവ്. ഇപ്പോൾ 420 410 ഒക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് ഈസി ആയിട്ട് വരാൻ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CR സ്കോർ ഭയങ്കര കൂടുതലാണ്. 500-ന് എബോവ് CR സ്കോർ ഉണ്ട്. അങ്ങനെയുള്ള കാറ്റഗറി ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് PR ഇൻവിറ്റേഷൻ കിട്ടുക. ഈ ഒരു 6300 ആൾക്കാർക്കാണ് IT ഇഷ്യൂ ചെയ്തത്. ഭയങ്കര വലിയൊരു ബൾക്ക് നമ്പറാണ്. കാരണം ഈ കഴിഞ്ഞ അടുത്തിടയ്ക്കെങ്കും ഇത്രയും വലിയ ബൾക്കായിട്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഒരു ബൾക്ക് ഇൻവിറ്റേഷൻ കാണില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, ഓരോ വീക്കിലും 3000-ത്തിലധികം ആൾക്കാരാണ് ഈ പൂളിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. നിങ്ങളപ്പോൾ ആലോചിച്ച് ഒരു മാസം ആകുമ്പോൾ തന്നെ ഒരു 10,000 അടുപ്പിച്ച ആൾക്കാർ
ഒരു പൂളിലേക്ക് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഒരു മാസം നടന്നില്ല, ഇപ്പോൾ ഒരു മാസം 2 മാസം ഡ്രോ നടന്നില്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരാണ് ആ ഒരു പൂളിൽ ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത്രത്തോളം ആൾക്കാർ ഇപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വേറെ സ്റ്റെം കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് ആ ഒരു കാറ്റഗറിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ സ്കോറൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ കിട്ടും. ഞാനിത് പറയുന്നത് മൊത്തത്തിലുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു 500 മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് എന്ന് പറയാം. അതിന് താഴെയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ വേറെ പാത്വേസ് നോക്കുക. PNB ആണെങ്കിലും ബാക്കിയുള്ള ഇമിഗ്രേഷൻ പ്രോസസ്സ് അങ്ങനെയുള്ള ഒരുപാട് പാത്വേസ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കുക. പിന്നെ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും ഇനി ഫുള്ള് ഇമിഗ്രേഷൻ ആയിരിക്കും. ഇപ്പോൾ 2024 ഇമിഗ്രേഷനിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. 2022 കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് സ്റ്റഡി പെർമിറ്റ് അപ്രൂവ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇനി 2025-26 ആകുമ്പോഴത്തേന് ഇതിലും കുറയും. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ വെറുതെ പുറത്തുനിന്ന് എടുത്തിട്ട് ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതിന് പകരം കുറച്ച് ഇവർ റൂൾസ് ഒക്കെ മാറ്റിയിട്ട് ഇതിൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ജോബ് ആണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന ഉള്ളൊരു തീരുമാനത്തിലാണ് ഇവർ ഈ ഇമിഗ്രേഷൻ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഇരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനിയും ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഓരോ പ്രൊവിൻസിലും PNB ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ ഒരു പ്രൊവിൻസിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള, അതായത് ജോബ് വേക്കൻസീസ് ഉള്ള, അവിടെ ലേബർ ഷോർട്ടേജ് ഉള്ള ഫീൽഡിൽ വെച്ചിട്ടായിരിക്കും ഓരോ NOC കോഡ് ഇഷ്യൂ ചെയ്യുന്നതും ഓരോ പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം കോഴ്സ് എടുത്തിട്ട് വരുന്നത് നല്ല ബെറ്റർ ആയിരിക്കും. കാരണം ഇമിഗ്രേഷനിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ ആയിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പണ്ടത്തെ പോലെ പണ്ടെന്ന് പറഞ്ഞാൽ UK, കാനഡ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ PR ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കാനഡ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു PR ഫ്രണ്ട്ലി എന്നുള്ളത് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എൻ്റെ അഭിപ്രായമല്ല, ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.